അല്ല 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്നത് കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടി വരുന്ന കമന്റ് നീക്കെ വായിച്ചിരുന്നു. എടാ നാണമില്ലടാ നിനക്ക്. ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റോമാരെ കണ്ടിട്ട് എനിക്ക് അറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കടാ. ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീക്ക് ഇനി ഇട്ടോണ്ടിരിക്കടാ. ഞാൻ ഇനി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീയൊക്കെ നിൻ്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നീയൊക്കെ ഇട്ടോണ്ടി. 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഞാനങ്ങ് നിർത്തുമെന്നാണ് വിചാരം. നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു കൊടുക്കും. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. എനിക്ക് ഗല്ലി വല്ലി മനസ്സിലായി. ആ ലാസ്റ്റ് പറഞ്ഞ എന്താ ഗല്ലി വല്ലി. ഭയങ്കര കോമഡിയാണ് നമ്മുടെ രേണു സുധി ചേച്ചിയുടെ കാര്യം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും രേണു സുധി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് പേർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം അതുലിനെയോ ഡാനി സത്യനെയോ ഒന്നും അല്ല രേണു ചേച്ചി അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനുവിനെയും വിവി ഹിയറിനെയും അതുപോലെ തന്നെ വിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളെയും കൂടെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർ കാറിലിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. കാരണം രേണു സുധി കാണിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും തോന്നിവാസങ്ങളെക്കുറിച്ചിട്ടും ഇവർ ഗ്രൂപ്പായിട്ട് തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് വളരെ മാന്യമായ രീതിയിലായിരുന്നു. ഈ രീതിയിൽ പ്രതികരിക്കേണ്ട ഒന്നും തന്നെ അവരങ്ങനെ ചെയ്തിട്ടില്ല. പ്രതികരിക്കേണ്ട കാര്യമേ സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അന്നുള്ള കണ്ടന്റ്, അതായത് രേണു ചേച്ചി പറഞ്ഞതുപോലെ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു കണ്ടന്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നത് രേണു ചേച്ചി തന്നെയാണ്. രേണു ചേച്ചി ദിവസം പ്രതി പറയാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഓടി വരൂ, എൻ്റെ കണ്ടന്റുകൾ വാരി എടുത്തുകൊണ്ട് പോകൂ, എനിക്ക് പ്രൊമോഷൻ തരൂ എന്നൊക്കെ ദിവസം പ്രതി രേണു ചേച്ചി പറയുന്നുണ്ട്. പക്ഷേ രേണു ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരിടുന്ന കമൻറ്റ്സ് എന്നെ കൊള്ളുന്നത് പോലും ഇല്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒന്നിൻ്റെയും പേരുകളും എനിക്കറിയത്തില്ല, ഒന്നിൻ്റെയും വീഡിയോസും ഞാൻ കാണാറില്ല. അങ്ങനെ എൻ്റെ വ്യൂസ് കിട്ടി നീയൊക്കെ സമ്പാദിക്കേണ്ട, ഇതൊക്കെയാണ് രേണു ചേച്ചി പറയുന്നത്. പക്ഷേ രേണു ചേച്ചിനെ കുറിച്ചിട്ട് ഏത് കണ്ടന്റ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയും വീഡിയോസ് രേണു ചേച്ചി കുത്തിയിരുന്ന് കാണാറുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരാളെ തന്നെ രേണു ചേച്ചി നിയമിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം രേണു ചേച്ചി എല്ലാ വീഡിയോസിൻ്റെ റിപ്ലൈ ആയിട്ട് വരും, എല്ലാ കമൻസിൻ്റെ റിപ്ലൈ ആയിട്ട് വരും. അപ്പോൾ പിന്നെ രേണു ചേച്ചി കാണാതിരുന്നിട്ടാണ് ഈ റിപ്ലൈ എല്ലാം തരുന്നത്. ഇപ്പൊ തന്നെ നോക്കിക്കേ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഈ 3 പേരും കാറിൻ്റെ അകത്തിരുന്ന് ചെയ്ത വീഡിയോ രേണു ചേച്ചി കാണാഞ്ഞിട്ടാണോ റിപ്ലൈ കൊടുത്തത്? അതില് ഈ വിവി ഹിയർ എന്ന് പറഞ്ഞ തൊപ്പി വെച്ചിട്ടുള്ള ആളെന്ന് പറഞ്ഞത് വിവി ഹിയറിനെയാണ്. അപ്പൊ വിവിക്ക് പകരമായിട്ടാണ് പേര് മാറിപ്പോയി ഡാനി സത്യൻ എന്ന് രേണു ചേച്ചി പറഞ്ഞത്. ഞാൻ കുറച്ച് മുന്നേ രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 2 ദിവസത്തിന് മുന്നേ ഞാൻ, ബിച്ചു, മനു ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചിരുന്ന് രേണുവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു രേണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണു എന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് എന്നെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരത്തിക്ക് എൻ്റെ പേരറിയത്തില്ല. പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഡാനി സത്യനാണ് എന്നാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന്. ഞങ്ങളുടെയൊക്കെ പേര് ഇഷ്ടമുള്ളത് നിങ്ങൾ വിളിച്ചു, അതിനകത്ത് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ വന്ന് തെറി വിളിക്കുക. നിങ്ങൾ ഇതും കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് റീച്ച് ആയിരിക്കാം, പൈസ ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് ഒരു കൂട്ടം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിനായിട്ട് ഞങ്ങളെല്ലാവരും ഈ ഒരു വിഷയം എടുത്തു വെച്ച് പ്രതികരിക്കാൻ കാരണം. കുറേ പേര് വന്നിരുന്ന് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. അതായത് ഇവരെ ഇപ്പോഴും അന്ധതയായിട്ട് എന്താ പറയണ്ടേ, ഇവരെ ആരാധിച്ചുകൊണ്ട് കിടക്കുന്ന കുറേ വായി നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടണം. ഇട്ടില്ലെങ്കിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ഇത്ര കൂടെ ധൈര്യത്തോടെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇനിയും ഇട്ടുവിടാം, ഞാൻ ഇനിയും കാണിക്കുമെന്ന്. പിന്നെ എന്താ ഉണ്ടാക്കാനാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം വിവാദം ആവുമെന്ന് തോന്നുന്ന സാധനങ്ങൾ നൈസായിട്ട് അതിൽ നിന്ന് അങ്ങ് മുക്കുവാണ്. തൊപ്പി വെച്ചത് ഡാനി സത്യനാണെന്ന് തോന്നുന്നുണ്ടെന്ന്. അയ്യാ, എന്തായാലും ഡാനി സത്യൻ്റെ അതുലിൻ്റെ ഫേസ് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള ആരെ പറ്റിയിട്ട് ഓർമ്മയില്ല. കാര്യം ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ ഇരുന്നാണ് കിട്ടിയിട്ടുള്ളത്. കേസ് കൊടുക്കാനായിട്ടൊക്കെ പോയത്, എന്നിട്ടൊന്നും നടന്നിട്ടുമില്ലായിരുന്നു.
എന്തായാലും ധൈര്യമായിട്ട് എക്സ്ക്ലൂസീവ് വിട്ടു, അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഞങ്ങളെ തോപ്പിക്കാനായിട്ടാണോ നിങ്ങൾ എക്സ്ക്ലൂസീവ് ഇറക്കുന്നത്? അത് അതിനെക്കാട്ടി വലിയ കോമഡി. ഇത് കണ്ട് ആസ്വദിക്കുന്ന മേബി കുറേ ആൾക്കാർ കാണുമായിരിക്കും, രേണുവിൻ്റെ ആരാധകരായിട്ടുള്ള. അവരൊക്കെ എന്തുകൊണ്ട് ആരാധിക്കുന്നതെന്ന് അറിയോ? അവർക്കൊന്നും ഇങ്ങനൊന്നും ലൈഫിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അല്ലാതെ സാമാന്യ മര്യാദയുള്ള ആരെങ്കിലും ഈ പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് വിവി കൊടുത്ത മറുപടി. അപ്പം നമുക്ക് വിവിയുടെ ചാനലിൻ്റെ താഴെ വന്നിട്ടുള്ള 1-2 കമൻസ് നോക്കാം. അതിൽ ശോഭ എന്ന് പറയുന്ന ഒരു ചേച്ചി പറയാണ്, അതിലാണെന്ന് പറയാത്തത് ഭാഗ്യം. വിവി അവൾക്ക് ആള് മനസ്സിലാക്കാഞ്ഞിട്ടൊന്നും അല്ല. വിവി ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. എപ്പോഴും രേണുവിന്റെ കണ്ടന്റുകൾ എടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ രേണു അത് കണ്ടിട്ടും ഉണ്ടായിരിക്കും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതൊന്നും കാണാറില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അഭിനയിക്കാതെ പറ്റില്ലല്ലോ, പഠിച്ച കള്ളിയാണ്. കൊള്ളാമല്ലേ കമന്റ്? പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിൻ്റെ ഇതാ, അവളുടെ കാര്യം നോക്കട്ടെ. ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നതും രേണുവിന്റെ അതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവരെന്താ തുണി അഴിച്ചാണോ ആടുന്നത്? നിങ്ങളുടെ വീഡിയോസ് അവരെ നല്ല റീച്ചിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവരോട് ഈ കമന്റ് ഇട്ട ആളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ തുണി അഴിച്ചല്ല കാണിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അവരൊരു കാര്യം കാണിക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ട്. അതിൽ തുണി കുറച്ച് വരുന്നുണ്ട്. നാളെ തുണി അഴിച്ചും കാണിക്കും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവർക്കെതിരെ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ആണുങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മാത്രമാണ് അവർക്കെതിരെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പെണ്ണുങ്ങൾ എത്രയോ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവർക്കെതിരെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊന്നും ഞാനും അവർക്കെതിരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർക്കെതിരെ ചെയ്യാൻ തുടങ്ങിയത്. അവർ ഡാൻസ് കളിക്കുന്നതിനോ എവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് പോകുന്നതിനോ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിനോ ആൽബത്തിൽ അഭിനയിക്കുന്നതിനോ ഒന്നിനോട് ഇതുവരെ ഒരു പ്രോബ്ലവും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നി തുടങ്ങിയത് അവർ മദ്യപാനത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനും, അതായത് കള്ള്, മദ്യം തുടങ്ങിയവയെ പ്രൊമോട്ട് ചെയ്യുന്നതിനും, പിന്നെ ഈ ഡബിൾ മീനിങ് ആയിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടും. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ദേവ് ഡി കോഡ്സിലെ ദേവ് അവർക്കെതിരെ പരാതി കൊടുത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അവർക്കെതിരെ 2 പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സൈബർ സെല്ലിനും മറ്റൊന്ന് എക്സൈസ് വകുപ്പിനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവര് ഡബിൾ മീനിങ് ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മദ്യത്തെയും കള്ളിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടും മാത്രമാണ് ദേവ ഒരു പരാതി കൊടുത്തത്. അതുകൂടാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും മറ്റും വന്ന്, വിദേശത്തുനിന്ന് വരെ ആൾക്കാർ വന്ന് ഇവരെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ദേവ് ആ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ ഒരു കാര്യം. അതുകൊണ്ടൊക്കെയാണ് അവർക്കെതിരെ കേസ് കൊടുക്കുന്നതും അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ രേണു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എനിക്കെതിരെ വീഡിയോ ചെയ്തോ, ദിവസവും ഞാൻ നിങ്ങൾക്ക് ഓരോ കണ്ടന്റ് ഇട്ട് തരാമെന്ന്. രേണു പോകുന്ന പുറകെ ഓരോരുത്തരും ക്യാമറയും തൂക്കിക്കൊണ്ട് പുറകെ പോകുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നിടത്ത് പോലും ക്യാമറ തൂക്കിക്കൊണ്ട് ആൾക്കാർ ഇരിക്കുവാണ്. അപ്പം ഈ രേണു പറയാതെ ഇവരെല്ലാവരും വന്നിങ്ങനെ ക്യൂ നിൽക്കുവാണോ? ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരാൾ വന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ? ഫുഡ് കഴിക്കുന്നിടത്തൊന്നും മാറി പോകാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇന്നാളൊരു പ്രാവശ്യം നമ്മുടെ അഹാന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ സമയത്ത് കുറേ പേരിരുന്ന് അവരുടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും അവിടുത്തെ സായിപ്പും മദാമയൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് എന്തോ ഒരു സെലിബ്രിറ്റിയാണ് എന്നൊക്കെ മനസ്സിലായിട്ട് അവർ അഹാന പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്ന് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആ ഇത് മനസ്സിലായപ്പോൾ ഇവർക്കൊരു സെലിബ്രിറ്റി ആണെന്ന് ഈ സായിപ്പിനും മദാമയ്ക്കും മനസ്സിലായി. ലാസ്റ്റ് അവർ അഹാനയുടെ കൂടെ വന്ന് നിന്ന് സെൽഫി എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു പൊതുസ്ഥലത്ത് ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് അഹാന പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു സെലിബ്രിറ്റിക്ക് എൻ്റെ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കണ്ടെന്ന് പറയാനായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രേണു സുധിക്ക് പറയത്തില്ല ഇനി നിങ്ങൾ എൻ്റെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന്? കാരണം ഇവർക്ക് വേണ്ടത് നെഗറ്റീവ് പബ്ലിസിറ്റിയും അതിൽ നിന്ന് കിട്ടുന്ന പണവുമാണ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ വഴി ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഓർക്കണം, 21 വയസ്സൊക്കെ ഉള്ള ചെറുപ്പക്കാരാണ് അവരുടെ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ക്ലീവേജ് കാണിച്ചും അല്ലാതെ ഇച്ചിരി ശരീര പ്രദർശനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വീഡിയോ ചെയ്യും. നാളെ അത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. നാളെ ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള സാധനം വളർന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നിഷാനേനെയും നിമിഷ ബിജോനെയും അങ്ങനെയുള്ളവരെയൊക്കെ പോലെ സബ്സ്ക്രിപ്ഷൻ ലൈവിലോട്ട് ഇവർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഈ കാണുന്നവരുടെ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും ഒക്കെ അതിൽ പോയി സബ്സ്ക്രിപ്ഷൻ എടുത്ത് അതൊക്കെ കാണത്തില്ല എന്നൊന്നും ഇല്ല. അന്ന് ഈ ഒരു സപ്പോർട്ട് കാണണം. ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ സപ്പോർട്ട് അന്നും കാണണം.
അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇവർ പോയി ഇവരുടെ മക്കൾക്ക് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതിനെതിരെ പ്രതികരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ രേണുവിന്റെ കണ്ടന്റ് മാത്രം എടുത്തല്ലല്ലോ പ്രതികരിക്കുന്നത്, നമ്മുടെ സമൂഹത്തിലുള്ള ന്യൂസുകൾ പോലും എടുത്ത് പ്രതികരിക്കുന്നുണ്ട്. രേണുവിന്റെ കണ്ടന്റുകൾ മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ രേണു പറയുന്നത് പോലെ കഞ്ഞു കുടിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ദേവ് ഡീകോഡ്സ് നമ്മുടെ രേണുസുതിക്കെതിരെ 2 പരാതി കൊടുത്തെന്ന്. അവർ ഇന്നിട്ട വീഡിയോ നിങ്ങൾ കണ്ടോ? ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം പാവപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അവർക്ക് പൈസയായിട്ടും ഫുഡായിട്ടും ഒക്കെ കൊടുത്ത് സഹായിക്കുന്ന ഒരു ആളാണ് ആൽഫുഡി സൂരജ് എന്ന് പറഞ്ഞല്ലോ. അപ്പം പുള്ളി പണ്ടങ്ങാണ്ട് ഒരു കള്ള് ഷാപ്പിൽ പ്രമോഷൻ പോലെ ചെയ്തതുകൊണ്ട് ഇന്ന് 50,000 രൂപയോളമാണ് പുള്ളിക്ക് ഫൈൻ വന്നത്. അതിനെ സംബന്ധിച്ച് സൂരജ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാത്രമല്ലല്ലോ വീഡിയോ ചെയ്തിട്ടുള്ളത്, മറ്റു കുറെ പേരും ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഇതുപോലെ ഫൈനും കാര്യങ്ങളും വരുന്നില്ലല്ലോ എന്ന്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ദേവ് പരാതി കൊടുക്കുന്നത്. ദേവ് പരാതി കൊടുത്തതിന് ശേഷം യൂട്യൂബ് ഫുള്ളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും രേണു ഇനി ഇത് നിർത്തുമോ, അല്ലെങ്കിൽ കൊടുത്ത പരാതിയിൽ പോലീസുകാർ നന്നായിട്ട് ഇടപെടുമോ എന്നൊക്കെയായിരുന്നു. പോലീസുകാർ രേണുവിനെ വിളിച്ച് വാണിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ദേവ് അപ്ഡേറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ സ്റ്റോറിയിൽ നമ്മുടെ രേണുസുതി ഇട്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചെമ്പരത്തി റെസ്റ്റോ ബാറിലാണ് രേണുസുതി ഉള്ളത്. ആ ബാറിനെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് നല്ല ഒന്നാന്തര ഐറ്റംസ് ഇവിടെ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല കുപ്പികളൊക്കെ എടുത്ത് വെച്ച് കാണിച്ചിട്ട് വരൂ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം, ആഘോഷിക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇന്നത്തെ സ്റ്റോറിയിൽ രേണുസുതി ഇട്ടിട്ടുള്ളത്. നമുക്ക് ആ സ്റ്റോറി ഒന്ന് കണ്ടാലോ? നമ്മുടെ ചെമ്പരത്തിയുടെ വീട്ടിലെ ഐറ്റം വന്നിട്ടുണ്ട്. കണ്ടാണ്ടിരിക്കുന്നത് ഇപ്പൊ പോരട്ടാ. റാസൽ ഗെയിമില് ചെമ്പരത്തിലേക്ക് വാ, ഞാനുണ്ട്. ഞാൻ എന്തായാലും 2-ാം തീയതി വരെ ഉണ്ടാവും. നിങ്ങൾ വാട്ടോ, നമുക്ക് അടിച്ചു. നമ്മൾ കൊടുത്ത കേസിനോടും ഒരു വിലയില്ലാതെ വീണ്ടും ഞാനിത് ചെയ്യും എന്നുള്ള ഒരു ആക്രോശത്തിലാണ് വീണ്ടും വീണ്ടും രേണുസുതി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആൽബം ഇപ്പൊ റിലീസ് ആവുകയാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്നും രേണുസുതി പറയുന്നുണ്ട്. അപ്പം രേണുസുതിക്ക് കറക്റ്റായിട്ട് അറിയാം ഈ മദ്യപാനത്തെ അല്ലെങ്കിൽ കള്ളിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന്. വീണ്ടും അത് പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യും, പക്ഷെ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇനിയും ചെയ്യും എന്നൊരു ധാർഷ്ട്യമാണ് രേണുസുതിക്ക്. അതിനെയാണ് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രേണുസുതി അടുത്ത കണ്ടന്റ് തരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.